ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുങ്കണ്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം 2026 ജനുവരി 1, 2, 3 തീയതികളിൽ. അരങ്ങിൽ പുനർജനിച്ച് അയ്യപ്പ ചരിതം. സന്നിധാനത്ത് കഥകളി വിരുന്നൊരുക്കി മണ്ണൂർക്കാവ് കഥകളി കേന്ദ്രം. ഭക്തലക്ഷങ്ങൾക്ക് ശരണമായി കുടികൊള്ളുന്ന ധർമ്മശാസ്താവിന്റെ ചരിത്രമാണ് അരങ്ങിൽ പുനർജനിച്ചത്. സന്നിധാനത്ത് അയ്യപ്പ മഹാത്മ്യം കഥകളി കാണുവാൻ നൂറുകണക്കിന് ഭക്തരാണ് തടിച്ചുകൂടിയത്. E.G. ജനാർദ്ദനൻ പോറ്റിയുടെ രചനയാണ് അയ്യപ്പ മഹാത്മ്യം. ഹരിഹരപുത്രന്റെ അവതാരം മുതൽ ധർമ്മശാസ്താവായി ശബരിമലയിൽ കുടികൊള്ളുന്നതുവരെയുള്ള ദിവ്യചരിതം ദൃശ്യ ശ്രാവ്യ വിരുന്നായി ഭക്തർ ആസ്വദിച്ചു. ശബരിമല ശാസ്ത ഓഡിറ്റോറിയത്തിൽ 28 അംഗ കലാസംഘമാണ് കഥകളി അവതരിപ്പിച്ചത്. കഥകളി പ്രേമികളെ ഏറെ ആകർഷിച്ചത് 61 വയസ്സുകാരനായ കലാമണ്ഡലം ബാലകൃഷ്ണൻ മുതൽ 7 വയസ്സുകാരനായ അദ്വൈത് പ്രശാന്ത് വരെയുള്ള 3 തലമുറയിലെ കലാകാരന്മാരുടെ അർപ്പണമായിരുന്നു. കലാമണ്ഡലം പ്രശാന്തിന്റെ നേതൃത്വത്തിൽ നടന്ന അവതരണത്തിൽ മഹർഷിയായി അദ്ദേഹം തന്നെ വേഷമിട്ടു. മണികണ്ഠനെ അവതരിപ്പിച്ചത് അഭിജിത്ത് പ്രശാന്താണ്. മധു വാരണാസി, കലാമണ്ഡലം, നിതിൻ ബാൽമണ്ണൂർക്കാവ് എന്നിവരും മറ്റ് പ്രധാന വേഷങ്ങളിലെത്തി. ഇടുക്കി വിഷൻ, സന്നിധാനം. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുങ്കണ്ടം ചാറൽമേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം 2026 ജനുവരി 1, 2, 3 തീയതികളിൽ.